ഇദാ കാന യൗമുൽ ഖിയാമ, അന്ത്യനാളായി കഴിഞ്ഞാൽ, നാദാ മുനാദിൻ അയ്യുക്കും അഹ്ലുൽ ഫദ്ൽ, അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിളിച്ചു പറയാൻ അള്ളാഹു ഏൽപ്പിക്കുന്ന മലക്ക് ഉറക്കെ വിളിച്ചു പറയും, അയ്യുക്കും അഹ്ലുൽ ഫദ്ൽ, നിങ്ങളിൽ ആരാണ് ശ്രേഷ്ഠതയുടെ ആളുകൾ, അവരൊന്ന് മുന്നോട്ട് വരണം എന്ന് പറയും. ഒരു കൂട്ടം ആളുകൾ എഴുന്നേൽക്കുന്നു. നമ്മൾ ആ ഹദീസിലായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന് മലക്കുകൾ അവരോട് പറയും. ഒരു കൂട്ടം ആളുകൾ, വലിയ മഹത്വമുള്ള ആളുകൾ. അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുന്നു, ഇലാ ഐൻ, എവിടേക്കാണ് ഈ പോകുന്നത്? ഇലൽ ജന്ന, ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോവുകയാണ്. ഖബ്ലൽ ഹിസാബ്, വിചാരണയ്ക്ക് മുമ്പോ? ഖാലൂ നഅം, അതെ. മൻ അൻതും, നിങ്ങൾ ആരാണ്? അഹ്ലുൽ ഫദ്ൽ, ഞങ്ങൾ അഹ്ലുൽ ഫദ്ലാണ്, ശ്രേഷ്ഠതയുടെ ആളുകളാണ്, അള്ളാഹു നൽകുന്ന അംഗീകാരത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ ചോദിക്കും, വമാ കാന ഫദ്ലുക്കും, നിങ്ങൾ ചെയ്ത മഹത്വം എന്താണ്? ഖാലൂ, അവർ പറയും, കുന്ന ഇദാ ജുഹില അലൈന ഹലംന, ഞങ്ങളോട് അവിവേകം ചെയ്യപ്പെട്ടാൽ ഞങ്ങൾ ക്ഷമയോടുകൂടെ പ്രതികരിക്കുന്നവരായിരുന്നു. കുന്ന ഇദാ ജുഹില അലൈന ഹലംന, അവിവേകം ചെയ്യപ്പെട്ടാൽ, വിവരക്കേട് വല്ലതും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ക്ഷമയോടുകൂടെ അതിനെ പ്രതികരിക്കുക, ക്ഷമയോടുകൂടെ അതിനെ നേരിടുക. അത് ഞങ്ങളുടെ സ്വഭാവമായിരുന്നു. വഇദാ ദുലിംന സബർന, ഞങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ, വദഉ ശൈഇ ഫീ ഗൈരി മഹല്ലിഹി, അതിനാണ് ദുൽമ് എന്ന് പറയാം. ഒരു കാര്യം അത് അർഹിക്കാത്തിടത്ത് കൊണ്ടുപോയി ചെയ്യുക എന്നർത്ഥം. അപ്പോൾ ഒരാൾ ആക്രമിക്കപ്പെടുന്നത്, എന്തെങ്കിലും ഒരാൾക്കൊരു പ്രയാസമുണ്ടാകുന്നത്, അത്തരം സന്ദർഭങ്ങളിലൊക്കെ സബർന, ഞങ്ങൾ ക്ഷമിക്കുന്നവരായിരുന്നു. അല്ലാഹു തആല ക്ഷമിക്കാനുള്ള അവസരമാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഉണ്ടാക്കി തരുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. വഇദാ ഉസീഅ ഇലൈന ഗഫർന, നമ്മോട് എന്തെങ്കിലും തിന്മ ചെയ്യപ്പെട്ടാൽ ഗഫർന, നമ്മൾ മാപ്പ് ചെയ്തു കൊടുക്കുന്നവരായിരുന്നു. ഇതാണ് ഞങ്ങൾ ചെയ്ത മഹത്വം എന്ന് സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ പോകുന്ന ഈ ആളുകൾ അള്ളാഹുവിൻ്റെ മലക്കുകളോട് പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് അലി ഇബ്നു ഹുസൈൻ തങ്ങളുടെ ഒരു അസറാണ്, മഹാനവറുകളുടെ ഒരു ഖൗലാണത്. അവരാണ് ഈ വിഷയം പറയുന്നത്. ഉദ്ഖുലുൽ ജന്ന ഫനിഅമ അജ്റുൽ ആമിലീൻ, ഉദ്ഖുലുൽ ജന്ന ഫനിഅമ അജ്റുൽ ആമിലീൻ, സ്വർഗത്തിലേക്ക് കടന്നോളൂ, ഇത്രയും നന്മ ചെയ്ത ആളുകൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്ര നല്ലതാണ്, അതുകൊണ്ട് കടന്നോളൂ എന്ന് ആദ്യമായി സ്വർഗത്തിലേക്ക് വിചാരണ കൂടാതെ പോകുന്ന ഒരു വിഭാഗം അഹ്ലുൽ ഫദ്ലാൻ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. അതിന് 3 വിഷയങ്ങളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കുന്ന ഇദാ ജുഹില അലൈന ഹലുംന, അതായത് നമ്മളോട് അവിവേകം ചെയ്യപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യുക? വിവേകത്തോടുകൂടെ പെരുമാറുക എന്നതാണ്. വികാരത്തിനടിമപ്പെടാതെ വിവേകത്തോടുകൂടെ പ്രതികരിക്കുക. 1. വഇദാ ദുലിംന സബർന, നമ്മളോട് ആരെങ്കിലും ദുൽമ് ചെയ്താൽ നമ്മളത് ക്ഷമിക്കുക. കാരണം ദുൽമ് ചെയ്യപ്പെടുന്ന ഒരു മനുഷ്യൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ മറയില്ല എന്നാ, ചോദിച്ചാൽ അള്ളാഹു തആല അത് കൊടുക്കും. അപ്പം അങ്ങനെ ഒരു ദുആഇന് ഉത്തരം കിട്ടേണ്ട ഒരു അവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ വരണമെങ്കിൽ ആരെങ്കിലും എന്ത് ചെയ്യണം? നമ്മളോട് ദുൽമ് ചെയ്യണം. അപ്പോഴല്ലേ നമുക്കും ലൈസ ബൈനഹു വബൈന അല്ലാഹി ഹായിൽ, അവൻ്റെയും അള്ളാഹുവിൻ്റെയും അല്ലെങ്കിൽ അവളുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു മറ ഉണ്ടാവുകയില്ല. ചോദിച്ചാൽ അള്ളാഹു തആല കൊടുക്കും. അന്യായമായിട്ട് ഒരു കാര്യമില്ലാതെ വെറുതെ ഒരു വിഷയത്തിൽ എന്ത് ചെയ്യുക? ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു പേര് പറഞ്ഞ് പിണക്കങ്ങളും വിഷയങ്ങളൊക്കെ സ്വാഭാവികമാണ് കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ, സമൂഹങ്ങളിൽ, മറ്റു വിഷയങ്ങളിലൊക്കെ. അപ്പോൾ ദുൽമ ചെയ്യുന്ന സമയത്താണ് ക്ഷമിക്കാൻ കഴിയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, പഠിക്കുന്നവരാണ് അല്ലേ. തങ്ങൾ അങ്ങനെയായിരുന്നു, തങ്ങൾ ഇങ്ങനെ ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ഇങ്ങനെയാ, ത്വായിഫിൽ തങ്ങൾക്ക് കല്ലേറുണ്ടായപ്പോൾ തങ്ങൾ ഇങ്ങനെയാ പ്രതികരിച്ചത്, ചരിത്രമൊക്കെ നമ്മൾ കേൾക്കണില്ലേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അവസരം വരും, എന്ത് ചെയ്യണം? നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നുണ്ട്. നമ്മളത് പറഞ്ഞാൽ മതിയില്ലല്ലോ, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും, ഞാനടക്കമുള്ള ആളുകൾ. അപ്പോൾ അത്തരം വിഷയങ്ങൾ വരുമ്പോൾ വളരെ മാന്യമായും ക്ഷമയോടുകൂടെയും സഹനത്തോടുകൂടെയും അതിനെ നേരിടുക, അതിനുള്ള അവസരം അല്ലാഹു തരും. ചിലപ്പോൾ ചില പരീക്ഷണങ്ങളായിരിക്കും. ഇപ്പോൾ
ഞാൻ ഇന്നലെ ഒരു കുവൈറ്റിലുള്ള ഒരു വലിയൊരു പണ്ഡിതനെ കണ്ടുമുട്ടി നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് വെച്ചിട്ട്. അപ്പോൾ അദ്ദേഹം ഇന്നലെ രാത്രി ഒരു 2 മണിക്ക് അപ്പോൾ ദീനിൻ്റെ ദഅവത്തുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ അദ്ദേഹം നടത്തുകയുണ്ട്. അദ്ദേഹം അവിടെ ഒരു ലജ്നത്ത് തഅരീഫ് ബിൽ ഇസ്ലാം അറിയിച്ചു കൊടുക്കുന്ന ഒരു സംഘടനയുടെ ഒരു ചെയർമാനാണ് അദ്ദേഹം. ഇന്ന് അവിടെ പ്രോഗ്രാമുണ്ട് തിരുവനന്തപുരത്ത്, അതിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ ഇന്നലെ വാഴൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രി അദ്ദേഹത്തിൻ്റെ റൂമിൽ പോയി കണ്ടു. അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. രാത്രി 1 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ റൂമിലെത്തുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങളെ നാട്ടുകാരൊക്കെ എന്താ ഈ പാതിര വരെ വേള കേൾക്കുമെന്ന് ചോദിച്ചു. കാരണം അവരൊക്കെ ആകെ 10 മിനിറ്റ് 20 മിനിറ്റൊക്കെ അല്ലേ. അറബ് നാടുകളിലൊക്കെ നിസ്കാരം കഴിഞ്ഞ ഒരു വാളുണ്ടെങ്കിൽ 10 മിനിറ്റ് 15 എഴുന്നേറ്റ് പോകും. അപ്പോൾ ഇത്രയും നേരമൊക്കെ ആൾക്കാർ ഇരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ, നമ്മൾ കേരളക്കാരങ്ങനെയാണ്, അവരിയ്ക്കും. ഏതായാലും അദ്ദേഹം ആ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞു. നമ്മൾ മുസ്ലിമീങ്ങളായ ആളുകൾ ഇസ്ലാമിനെ പറ്റി അറിവില്ലായ്മ ഇന്നില്ല, ഇസ്ലാം ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ല എന്ന വിഷയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനെന്താണ് പരിഹാരം എന്നൊക്കെ ഉള്ളൊരു ചർച്ചകൾ ഒരു 2 മണിക്കൂർ 1 മണിക്കങ്ങ് കയറി 2:30ക്കാണ് ഞങ്ങൾ ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു 10-18 വയസ്സുള്ള മോനുണ്ടായിരുന്നു കൂടെ, നല്ലൊരു വാപ്പയും നല്ലൊരു മോനും. അൽഹംദുലില്ലാ, അവർ ചെയ്യുന്ന സേവനങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. കുവൈറ്റികളാണ്, പക്ഷെ വലിയ ദാഇകളാണ്, അവിടെ ദീനിൻ്റെ ദഅവത്ത് പ്രബോധനം ചെയ്യുന്ന ആളുകളാണ്. അൽഹംദുലില്ലാ. അപ്പം അദ്ദേഹം പറഞ്ഞൊരു വിഷയം, അദ്ദേഹം പറഞ്ഞു അവരുടെ നാട്ടിൽ കുവൈറ്റിൽ ഉണ്ടായൊരു സംഭവം അദ്ദേഹം പറയാം. അപ്പോൾ ഒരു ഖത്തീബാണ്, പ്രഭാഷണം ചെയ്യുന്ന ആളാണ്, ഖുതുബ നിർവഹിക്കുന്ന ആളാണ്, ദർസ് നടത്തുന്ന ആളാണ്, ഇമാമാണ്, ഖത്തീബാണ്, ഒക്കെയാണ്. അപ്പം അദ്ദേഹം ചെയ്യുന്ന ഒരു ചെറിയൊരു വിഷയം അവിടുത്തെ ഔഖാഫ് ഒന്ന് കറക്റ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തെ. കാരണം അദ്ദേഹം മേലെയുള്ള തൻ്റെ ലീഡർഷിപ്പ് ടീമുമായി കൂടിയാലോചന ചെയ്യാതെ ചില വിഷയങ്ങൾ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു വാർണിങ്ങോ എന്തോ കൊടുത്തതിൻ്റെ പേരിൽ പിറ്റേ ദിവസം അദ്ദേഹം ഖുതുബ നിർവഹിക്കുന്നു. അതിലാകമാനം മൻ അറാദ ബി ശർറൻ, എനിക്ക് ആരെങ്കിലും ഒരു ഷർ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർ അല്ലാഹു നശിപ്പിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ആ അദ്ദേഹത്തിൻ്റെ മേലെയുള്ള ഉത്തരവാദപ്പെട്ട ആളുകൾക്കെതിരെയായി പിന്നെ പ്രസംഗം. ഇദ്ദേഹം പറയാണ്, പൊതുജനങ്ങളായ ആളുകൾ ഇത് വീക്ഷിക്കുകയാണ്. കാരണം ദീൻ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ ഇങ്ങനെ പ്രതികരിക്കുകയാണെങ്കിൽ സാധാരണക്കാരെങ്ങനെ പ്രതികരിക്കും? അപ്പം നമ്മുടെ വിഷയം ഇസ്ലാം അറിവില്ലായ്മയല്ല, നമുക്കൊക്കെ അറിയാം. പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരു പേഴ്സണൽ വിഷയം വരുമ്പോൾ നമ്മളത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് വലിയ വിഷയമാണ്. അപ്പം അദ്ദേഹം എത്രയോ നന്മകൾ ചെയ്ത മനുഷ്യനാണ്, പക്ഷേ സ്വന്തം വ്യക്തിപരമായൊരു വിഷയം അദ്ദേഹത്തിനൊരു വിഷമം വന്നപ്പോൾ അദ്ദേഹം ചീത്ത പറയാണ്, അടിച്ചാക്ഷേപിക്കുകയാണ്, അവർക്കെതിരെ ദുആ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പം ഇതുപോലെയുള്ളൊരു പ്രശ്നം നമ്മുടെ പൊതുസമൂഹത്തിൽ കിടക്കുകയാണ്. നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ക്ഷമയോടുകൂടെ മാനേജ് ചെയ്യുക, വളരെ സഹനത്തോടുകൂടെ അത് കൈകാര്യം ചെയ്യുക. ഇത് മുസ്ലിമിൻ്റെ ഒരു രീതിയാവണം. അദ്ദേഹം പറഞ്ഞതിൻ്റെ ആകത്തുക അതാണ്. മുസ്ലിമീങ്ങളായ ആളുകൾ ഇസ്ലാം പഠിക്കുന്നുണ്ട്, പക്ഷേ അത് ജീവിതത്തിലേക്ക് പകർത്തുന്ന ആളുകൾ വളരെ വളരെ വിരളമാണ്. അത് സാധ്യമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുക? ഇസ്ലാം മഹത്തരമാണ്. അദ്ദേഹം ഒന്നുകൂടെ ആഴത്തിൽ പറഞ്ഞു, അത് മഹോന്നതമാണ്. എൻ്റെ കൂടെ ഒരു മുസ്ലിം സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെ അദ്ദേഹം അറബി സംസാരിച്ചു, എന്നോട് പറഞ്ഞു നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മുസ്ലിമീങ്ങളായ ആളുകൾ തെറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ടോ? മുസ്ലിമീങ്ങളെ എല്ലാവരും ഒരുപോലെയാണോ? അദ്ദേഹം പറഞ്ഞു, അല്ല. മുസ്ലിമീങ്ങളായ ആളുകൾ കള്ളുടിക്കുന്നവരും അതുപോലെ തന്നെ മോഷണം ചെയ്യുന്നവരും നുണ പറയുന്നവരും ചീത്ത സ്വഭാവമുള്ളവരൊക്കെ അല്ലേ? ഉണ്ട്. എന്നാൽ അവരെ നോക്കിയിട്ട് ഇസ്ലാം പഠിക്കല്ല കേട്ടോ. ഇസ്ലാം പഠിക്കേണ്ടത് ഇസ്ലാമിൻ്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെ കണ്ടിട്ടാണ് ഇസ്ലാം പഠിക്കേണ്ടത്. ഈ നടക്കുന്ന മനുഷ്യന്മാരെ കണ്ടിട്ട് ഇസ്ലാമിനെ വിലയിരുത്തല്ലേ. ഇസ്ലാം ഒന്ന് വേറെയാണ്. ഒരു മുസ്ലിം ഒരു പക്ഷേ അത് ജീവിതത്തിൽ പകർത്തുന്നുണ്ടാവില്ല. അവനെ കണ്ടിട്ട് ഇസ്ലാമിനെ വിലയിരുത്തരുത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വിഷയം അതാണ്. ഇദാ ജുഹില അലൈന ഹലംന, നമ്മളോട് എന്തെങ്കിലും അവിവേകം ചെയ്യപ്പെടുന്ന സമയത്ത്, വിവരക്കേട് പറയുന്ന സമയത്ത്, അന്യായങ്ങൾ പറയുന്ന സമയത്ത്, അനാവശ്യമായ ആക്ഷേപങ്ങൾ വിഷയങ്ങളൊക്കെ ഇടപെടുന്ന സമയത്ത് നമ്മൾ ക്ഷമയോടുകൂടെ പ്രതികരിക്കുന്നവരാണ് എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, വലിയ ഭാഗ്യമല്ല. ഹിസാബില്ല, സ്വർഗ്ഗത്തിൽ പോയിക്കൂടെ. ആദ്യത്തെ വിഷയം അതാണ്. നമ്മളോട് അവിവേകം ചെയ്യപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യണം? ക്ഷമയോടുകൂടെ പ്രതികരിക്കുക. വഇദാ ളുലിംനാ സബർന, നമ്മളോട് അക്രമം ചെയ്യപ്പെടുന്ന സമയത്ത് സബർന, നമ്മൾ ക്ഷമിക്കുക. ഓരോരുത്തർക്കും അവനവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുണ്ടാവും ഇത്തരം അനുഭവങ്ങൾ. അന്യായമായി ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യനെ വെറുതെ ടെർമിനേറ്റ് ചെയ്തു, ഒരു കാര്യമില്ല. മറ്റാരോ ചെയ്ത ഒരു തെറ്റ് ഇവൻ്റെ തലയിലേക്ക് ഇട്ടുകൊടുത്തു, അങ്ങനെയൊക്കെ സംഭവിക്കാം. ളുൽമ് ചെയ്യപ്പെടുന്നു.
പക്ഷെ അവിടെ എന്ത് ചെയ്യരുത്, പോകുന്ന പോക്കിൽ അവിടുത്തെ മൊത്തം സിസ്റ്റം ഹർബാനാക്കിയിട്ട് ഇനി ഈ കമ്പനി പൊളിയണം അങ്ങനെയൊന്നും പോകണ്ട. സ്വബർന, ക്ഷമയോടുകൂടെ മഅസ്സലാമ, അങ്ങനെ പോകേണ്ടത്. അങ്ങനെ ചില ആൾക്കാരെ IT വർക്ക് ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ പിരിച്ചുവിടുന്ന സമയത്ത് മൊത്തം സിസ്റ്റം ലോക്ക് ചെയ്ത് പോകാറുണ്ട്. ആർക്കും തുറക്കാനും കഴിയില്ല, പിന്നെ ആർക്കും പറ്റത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയില്ല. ഇവരങ്ങ് കുടുങ്ങിക്കോട്ടെ. അങ്ങനെയൊന്നും ചെയ്യേണ്ട. സ്വബറിൻ്റെ കൂലി കിട്ടൂല, ക്ഷമയുടെ കൂലി കിട്ടണ്ടേ? സ്വബർന, ശരി, അല്ലാഹു തആല എനിക്ക് കണക്കാക്കിയ റിസ്ക് ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിച്ചു. ഇനി അല്ലാഹ് കണക്കാക്കിയ റിസ്ക് വേറൊരു കമ്പനിയിലായിരിക്കും, വേറെ എവിടെയെങ്കിലും ആയിരിക്കും. സ്വബർന, ക്ഷമയോടുകൂടെ മഅസ്സലാമ. വഇദാ ഉസിഅ ഇലൈനാ ഗഫർന, നമ്മളോട് എന്തെങ്കിലും തിന്മ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഗഫർന, നമ്മളത് മാപ്പ് ചെയ്തു കൊടുക്കുക. അള്ളാഹു നമുക്ക് അതിനുള്ളൊരു വിശാല മനസ്സ് അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. അങ്ങനെ വലിയ വിഷയമാണ്. ഉസിഅ ഇലൈനാ ഗഫർന, നമ്മളത് മാപ്പ് ചെയ്തു കൊടുക്കുക. ആരെല്ലാം നമ്മളോട് തിന്മ ചെയ്യുന്നുണ്ടോ അതിന് എന്നേക്കുമുള്ള വിവരമില്ലാത്തത് കൊണ്ടായിരിക്കും, ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടായിരിക്കും, ചിലപ്പോൾ സംഘടനാ വൈരാഗ്യം കൊണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും. ചില വിഷയങ്ങൾ ഒരു സംഘടനയുടെ നിന്ന് പുറത്ത് ഇറങ്ങി നോക്കിയാൽ ചിലപ്പോൾ കാര്യം വ്യക്തമാവും, ഉള്ളിൽ നിൽക്കുമ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ പലതും എഴുതി വിടുന്നതും പറഞ്ഞു വിടുന്നതും ഒക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. എന്നിലേറെ എൻ്റെ പേഴ്സണൽ വിഷയം തന്നെ പറയാം. ഞാൻ അവർക്ക് മാപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ അതിന് വല്ലാഹു അലൈഹി ഷഹീദ്, അവർക്ക് മാപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. എന്തോ ചേകനൂരിൽ നിന്ന് വരെ എഴുതിക്കണേ, അതൊക്കെ ഞാൻ പുറത്തു കൊടുത്തു ഇൻഷാ അല്ലാഹ്. അറിവില്ലായ്മ കൊണ്ടാണ്. അവരൊക്കെ സാധുക്കളാണ്. അവരെ കൂടെ കഴിഞ്ഞ ആളുകൾ ഇപ്പുറത്തേക്ക് മാറി നിന്നപ്പോൾ അവർക്ക് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരിങ്ങോട്ട് മാറി നിന്നാൽ മനസ്സിലാവും. അത് അറിവില്ലായ്മ കൊണ്ടാണ്, സാരമല്ല. ഇദാ ഉസിഅ ഇലൈനാ ഗഫർന, നമ്മളത് മാപ്പ് ചെയ്ത് കൊടുക്കുന്നു. അറിവില്ലായ്മ കൊണ്ട്. ഖൗമുൻ ലാ യഫ്ഖഹൂൻ, പടച്ചോനെ ബുദ്ധിയില്ലാത്ത കൗമാണ്, അതുകൊണ്ട് പുറത്തു കൊടുക്കണേ. ഇതാണ് നബി തങ്ങൾ പറയാൻ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, പറഞ്ഞത് എന്താണെന്ന് മുഴുവൻ കേൾക്കുക പോലുമില്ല. അപ്പോഴേക്കും എന്ത് ചെയ്തു, ക്ലിപ്പടിച്ച് വിട്ടു. എന്താണ് പറഞ്ഞത്, മസ്അല എന്താണ്, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദ എന്താണ്, മുഅ്തസിലികളുടെ വിശ്വാസം എന്താണ്, അത് രണ്ടും ഒന്നും പഠിച്ചു നോക്കാതെ ഒരൊറ്റടിക്ക്. സുബ്ഹാന, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെയൊന്നും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അത് വെച്ചിട്ട് എന്ത് ചെയ്തു, ഒരു പ്രശ്നം ഉണ്ടാക്കി വിട്ടു. വഇദാ ഉസിഅ ഇലൈനാ ഗഫർന, നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മളോട് വല്ലതും തിന്മ ചെയ്യപ്പെടുമ്പോൾ പുറത്തു കൊടുക്കണം. ഇതൊക്കെ നമ്മൾ പറയാം. നമ്മളോട് വല്ല വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ വളരെ വയലൻ്റ് ആയിട്ട് അവരെ ചീത്ത പറയാം, ബഹളം, അതൊന്നും വേണ്ട. കീപ് കാം. നമ്മൾ എന്ത് ചെയ്യുക, സൈലൻ്റ് ആയിട്ട് നിൽക്കുക. ഉദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പോയിക്കോളൂ. ഫനിഅമ അജ്റുൽ ആമിലീൻ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്ര വലുതാണ്. അതുകൊണ്ട് ലാ ഹിസാബ്, വിചാരണയില്ല, പൊയ്ക്കോളൂ എന്ന് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഗ്രീൻ ചാനലിലൂടെ സ്വർഗത്തിലേക്ക് കടത്തിവിടുന്ന ഒന്നാമത്തെ വിഭാഗം ഈ 3 വിഷയങ്ങളിലും ഈ പറഞ്ഞ പോലെ ഇടപെടുന്ന ആളുകളാണ്. അള്ളാഹു നമുക്കതിനൊക്കെ ജീവിതത്തിൽ അവസരങ്ങൾ ഉണ്ടാക്കി തരട്ടെ, ആമീൻ. വളരെ മോശക്കാരനായ ഒരു അയൽവാസി ഉണ്ടാകുമ്പോഴാണ് നമുക്കിതിന് കൂലി കിട്ടുക. നമ്മുടെ സ്വന്തം കുടുംബത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് സഹായിച്ച് പരിപാലിച്ച് കൊണ്ടുവരുന്ന, എന്തെങ്കിലും മാസത്തിൽ ചെലവിന് പോലും കൊടുത്തയക്കുന്ന അത്തരം അടുത്ത ബന്ധമുള്ള കുടുംബക്കാർ നമുക്കെതിരെ ഒരു പാരപണിയുമ്പോഴൊക്കെ ആയിരിക്കും ഈ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവസരം ഉണ്ടാവുക. നമ്മളപ്പോഴേക്കും ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ പിൻവലിക്കുകയും ചെയ്യും, അവരോട് പിണങ്ങും ചെയ്യും, എന്നേക്കുമായി കട്ട് ഓഫ്. അങ്ങനെ ചെയ്യല്ലേ. അള്ളാഹു നമുക്ക് ഈ ക്ഷമ എന്ന് പരിശോധിക്കാൻ ചില അവസരങ്ങൾ തരും. അത് അള്ളാഹു ചെയ്യുന്ന പണിയാണ്. കാരണം ഏതൊരു മനുഷ്യനും ഇഫ് ഹി ഈസ് നോട്ട് പുട്ട് ഇൻ ടു ട്രയൽ, നമ്മളൊരു പരീക്ഷണത്തിന് വിധേയമായിട്ടില്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സ്ഥലസ്വഭാവം അറിയാൻ കഴിയില്ല. തീച്ചൂളയിൽ ചൂടാക്കിയാൽ ഒരു മനുഷ്യൻ്റെ പൊന്ന് ഒറിജിനലാണോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, ജ്വല്ലറിക്കാരൊക്കെ പഴയത് കൊണ്ടുകൊടുത്തന്ന് ചൂടാക്കി കൊണ്ടുവരൂലേ, തീയിലിടണം. തീ എന്ന് പറഞ്ഞത് സഹിക്കാൻ പറ്റാത്ത സാധനമാണ്. അപ്പോൾ നമുക്ക് സഹിക്കാൻ പ്രയാസമുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴേ അതിൻ്റെ ഒറിജിനൽ സ്വഭാവം പുറത്തു വരുള്ളൂ. അതാണ് ഇതിൻ്റെ ആകത്തുക. പിന്നെ കിതാബ് കയ്യിൽ കിട്ടുകയോ അല്ലെങ്കിൽ ഹിസാബിൻ്റെ ബേജാറോ വിഷമങ്ങളോ ഒന്നും ആവശ്യമില്ല. എന്താകും, ഒന്നും വിഷമിക്കേണ്ട. ഇലൽ ജന്ന ഉദ്ഖുലുൽ ജന്ന ഖാലു, അല്ലാഹുവിൻ്റെ മലക്കുകൾ പറയും ഉദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചോളൂ. ഫനിഅമ അജ്റുൽ ആമിലീൻ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എൻ്റെ സ്വന്തം നഫ്സിനോട് നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്, അഹ്ലുൽ ഫദ്ലിൽ പെടാൻ നമുക്ക് സാധിച്ചാൽ ഇൻഷാ അല്ലാഹ് ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് എത്തും. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. ഒന്നുകൂടെ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി.
ആമീൻ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് അല്ലാഹു ഈ സ്വലാത്ത് എത്തിച്ചു കൊടുക്കട്ടെ.